എല്ലാവർക്കും E&J ക്രിയേഷൻസിലേക്ക് സ്വാഗതം. PSCയുടെ മുൻവർഷ ചോദ്യപേപ്പറുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണുന്നതിലേക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ലോക എയ്ഡ്സ് ദിനം, അത് ഡിസംബർ 1. അപ്പോൾ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, റൂർക്കേല ഇരുമ്പുരുക്ക് ശാല ഏതു രാജ്യത്തിൻ്റെ സഹകരണത്തോടെ സ്ഥാപിച്ചതാണ്? അത് ജർമ്മനി. അപ്പോൾ ജർമ്മനിയുടെ സഹകരണത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് ശാല സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? അത് കോപ്പർനിക്കസ്. അപ്പോൾ കോപ്പർനിക്കസ് ആണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത്? അത് രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത്. അടുത്ത ചോദ്യം, ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? അത് ജപ്പാൻ. അപ്പോൾ ജപ്പാനാണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, KL10 ഏത് ജില്ലയിലെ രജിസ്ട്രേഷനാണ്? അത് മലപ്പുറം. അപ്പോൾ മലപ്പുറം ജില്ലയിലെ രജിസ്ട്രേഷനാണ് KL10. അടുത്ത ചോദ്യം, കാവേരി നദീജല തർക്കം ഏതെല്ലാം സംസ്ഥാനങ്ങൾ തമ്മിലാണ്? അത് കർണാടകവും തമിഴ്നാടും. അപ്പോൾ കർണാടകവും തമിഴ്നാടും തമ്മിലാണ് കാവേരി നദീജല തർക്കം നടക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്? അത് വെല്ലൂർ. അപ്പോൾ വെല്ലൂരാണ് കേരളത്തിലെ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം? അത് പള്ളിവാസൽ. അപ്പോൾ പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം. അടുത്ത ചോദ്യം, ലോക്സഭയുടെ അധ്യക്ഷൻ? അത് സ്പീക്കർ. അപ്പോൾ സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? അത് ജനീവ. അപ്പോൾ ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് എറണാകുളം. അപ്പോൾ എറണാകുളം ജില്ലയിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല? അത് കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ അവസാനം രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, ചുവന്ന രക്താണുക്കളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? അത് ഇരുമ്പ്. അപ്പോൾ ഇരുമ്പാണ് ചുവന്ന രക്താണുക്കളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. അടുത്ത ചോദ്യം, അലക്കുകാരത്തിൻ്റെ രാസനാമം? അത് സോഡിയം കാർബണേറ്റ്. അപ്പോൾ സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരത്തിൻ്റെ രാസനാമം. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കും? അത് 72. അപ്പം 72 പ്രാവശ്യമാണ് പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം സ്പന്ദിക്കുന്നത്. അടുത്ത ചോദ്യം, ക്ഷയരോഗത്തിനുള്ള കുത്തിവെപ്പ്? അത് BCG. അപ്പോൾ BCG എന്നതാണ് ക്ഷയരോഗത്തിനുള്ള കുത്തിവെപ്പ്. അടുത്ത ചോദ്യം, തുരിശിൻ്റെ രാസനാമം? അത് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ആണ് തുരിശിൻ്റെ രാസനാമം. അടുത്ത ചോദ്യം, ഒരു സംയുക്ത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിനെ ഡേഷ് എന്ന് പറയുന്നു? അത് പ്രകീർണനം. അപ്പോൾ പ്രകീർണനം എന്നതാണ് ഒരു സംയുക്ത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിന് പറയുന്ന പേര്. അടുത്ത ചോദ്യം, ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കാൻ കഴിവുള്ള വാതകം? അത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത്. അടുത്ത ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം? അത് ബാരോമീറ്റർ. അപ്പോൾ ബാരോമീറ്ററാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. അടുത്ത ചോദ്യം, വൈദ്യുത ബൾബുകളിലെ ഫിലമെൻ്റ് നിർമ്മിക്കുന്ന ലോഹം? അത് ടങ്സ്റ്റൺ. അപ്പോൾ ടങ്സ്റ്റൺ ആണ് വൈദ്യുത ബൾബുകളിലെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. അടുത്ത ചോദ്യം, സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന ഭാഗം? അത് ഇല.
അപ്പോൾ ഇലകളിലാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം. അടുത്ത ചോദ്യം, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. അത് ഓക്സിജൻ. അപ്പോൾ ഓക്സിജനാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. അടുത്ത ചോദ്യം, സ്വർണം ലയിക്കുന്ന ദ്രാവകം. അത് അക്വാ റീജിയ. അപ്പോൾ അക്വാ റീജിയയാണ് സ്വർണം ലയിക്കുന്ന ദ്രാവകം. അടുത്ത ചോദ്യം, അൾട്രാ വയലറ്റ് വികിരണങ്ങൾ അമിതമായി ഭൂമിയിലെത്താതെ തടഞ്ഞു നിർത്തുന്നത്. അത് ഓസോൺ. അപ്പോൾ ഓസോണാണ് അൾട്രാ വയലറ്റ് വികിരണങ്ങൾ അമിതമായി ഭൂമിയിലെത്താതെ തടഞ്ഞു നിർത്തുന്നത്. അടുത്ത ചോദ്യം, പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ചെടി. അത് മുള. അപ്പോൾ മുളയാണ് പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ചെടി. അടുത്ത ചോദ്യം, ലിറ്റ്മസ് പേപ്പറിൽ ചെറുനാരങ്ങ നീരൊഴിച്ചാൽ ഏത് നിറമാകും? അത് ചുവപ്പ്. അപ്പോൾ ചുവപ്പ് നിറമാണ് ലിറ്റ്മസ് പേപ്പറിൽ ചെറുനാരങ്ങ നീരൊഴിച്ചാൽ ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, പെൻസിലുകൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു. അത് ഗ്രാഫൈറ്റ്. അപ്പോൾ ഗ്രാഫൈറ്റ് ഉപയോഗിച്ചാണ് പെൻസിലുകൾ നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം, ഏത് വാതകത്തിനടുത്താണ് തീ കാണിച്ചാൽ ടപ്പ് എന്ന ശബ്ദത്തോടെ അണഞ്ഞു പോകുന്നത്? അത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകത്തിനടുത്താണ് തീ കാണിച്ചാൽ ടപ്പ് എന്ന ശബ്ദത്തോടെ അണഞ്ഞു പോകുന്നത്. അടുത്ത ചോദ്യം, ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. അത് ഐസോടോപ്പ്. അപ്പോൾ ഐസോടോപ്പ് എന്നാണ് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ആറ്റങ്ങളെ പറയുന്നത്. അടുത്ത ചോദ്യം, മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകം. അത് സോഡിയം. അപ്പോൾ സോഡിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, പാലിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. അത് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ലാക്റ്റിക് ആസിഡാണ് പാലിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, വൈദ്യുതിയുടെ പിതാവ്. അത് മൈക്കൽ ഫാരഡെ. അപ്പോൾ മൈക്കൽ ഫാരഡെയാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. അത് നൈട്രജൻ. അപ്പോൾ നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം. അടുത്ത ചോദ്യം, സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം. അത് ഫ്യൂഷൻ പ്രവർത്തനം. അപ്പോൾ ഫ്യൂഷൻ പ്രവർത്തനമാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം. അടുത്ത ചോദ്യം, മണ്ണിൻ്റെ അമ്ലരസം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. അത് കുമ്മായം. അപ്പോൾ കുമ്മായമാണ് മണ്ണിൻ്റെ അമ്ലരസം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം. അത് ജീവകം ബി. അപ്പോൾ ജീവകം ബി ആണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, വൈദ്യുത പ്രവാഹം അളക്കുന്ന യൂണിറ്റ്. അത് ആംബിയർ. അപ്പോൾ ആംബിയർ ആണ് വൈദ്യുത പ്രവാഹം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്. അടുത്ത ചോദ്യം, മന്തുരോഗം പരത്തുന്നത്. അത് ക്യൂലക്സ് കൊതുകുകൾ. അപ്പോൾ ക്യൂലക്സ് കൊതുകുകളാണ് മന്തുരോഗം പരത്തുന്നത്. അടുത്ത ചോദ്യം, എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ്. അത് ഓ പോസിറ്റീവ്. അപ്പോൾ ഓ പോസിറ്റീവ് രക്തമാണ് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജീവി. അത് നീലത്തിമിംഗലം. അപ്പോൾ നീലത്തിമിംഗലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി. അടുത്ത ചോദ്യം, കർഷകൻ്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി. അത് മണ്ണിര. അപ്പോൾ മണ്ണിരയെയാണ് കർഷകൻ്റെ കലപ്പ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം. അത് ചൊവ്വ. അപ്പോൾ ചൊവ്വയെയാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. അത് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജനെയാണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം. അത് ആര്യഭട്ട. അപ്പോൾ ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. അത് ചെമ്പഴന്തി.
അപ്പോൾ ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം, അത് കൊച്ചി. അപ്പോൾ കൊച്ചിയെയാണ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി, അത് EMS. അപ്പോൾ EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി. അവസാനത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം, അത് ഹോക്കി. അപ്പോൾ ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. LDC LGS പരീക്ഷകൾക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് ആയിരുന്നു ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നിയാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.